എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മിഷൻ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആൻഡ് CSEB എക്സാമുകളുമായി ബന്ധപ്പെട്ട് ആക്ട് ആൻഡ് റൂൾസിൽ നിന്നും 25ഓളം ക്വസ്റ്റ്യൻസ് ആണ്. ഈ 25ഓളം ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് പ്രീവിയസ് ആയിട്ട് CSEBക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 പോകാം. The power to regulate the working of cooperative society for the economic and social betterment of the members and general public is vested with. Question paper code 1038/2023 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. രജിസ്ട്രാർ ഓൺലി, ഓപ്ഷൻ എ രജിസ്ട്രാർ ഓൺലി, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ, ഓപ്ഷൻ ഡി ബോർഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. മെമ്പേഴ്സ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളും പൊതുജനങ്ങളുടെയും എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നു, വർക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കാണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. രജിസ്ട്രാറാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്. അതല്ല പ്രസിഡന്റ്, ബോർഡ്, ഇത് മൂന്നും വരില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ ആണ്. ഓപ്ഷൻ സി ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ ആണ് ഒന്നാമത്തെ ആൻസർ. ഇത് സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 9 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോപ്പറേറ്റ്, അതിനകത്താണ് ഈ ഒരു ക്വസ്റ്റ്യനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോമിനൽ മെമ്പർ മീൻസ് എ മെമ്പർ ഹൂ പൊസസ്സസ് ഓൺലി സച്ച് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ ആൻഡ് ഹൂ ഈസ് subject only to such liabilities of a member as may be specified dash. ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബൈ ദ രജിസ്ട്രാർ, ബൈ ദ ഗവൺമെൻറ്, ഓപ്ഷൻ ബി ആയിട്ട് വരുന്നത് ബൈ ദ ഗവൺമെൻറ്, ഓപ്ഷൻ സി ഇൻ ദ ബൈലോസ്, ഓപ്ഷൻ ഡി ഇൻ ദ KCS ആക്ട് ആൻഡ് റൂൾസ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. നോമിനൽ മെമ്പറുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 18. സെക്ഷൻ 18 നോമിനൽ ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സ്, നാമമാത്രമായ അല്ലെങ്കിൽ സഹായകമായ അംഗങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഈ നാമമാത്രമായ അംഗങ്ങൾ അവർ സൊസൈറ്റിയുടെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള അംഗങ്ങളാവണം എന്നില്ല. അപ്പോൾ നാമമാത്രമായ അംഗങ്ങൾ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് അല്ല. ലോൺ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന്, ലോൺ, ഷെയർസ്, അസറ്റ്സ് ഇവ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്ന അത്ര റൈറ്റുകളുള്ള മെമ്പേഴ്സ് ആയിരിക്കില്ല നാമമാത്രമായ അംഗങ്ങൾ. അപ്പോൾ ആരായിരിക്കാം? ഇവരുടെ ലൈബിലിറ്റീസും പ്രിവിലേജസും റൈറ്റുകളും എന്തിലാണ് ചോദിച്ചിരിക്കുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഇൻ ദ ബൈലോസ്. സൊസൈറ്റിയുടെ ബൈലോയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് മാത്രം അവകാശമുള്ള മെമ്പേഴ്സിനെയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു സൊസൈറ്റിയിൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഓൺലി ഇൻഡിവിജ്വൽസിനെ മാത്രമാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് സൊസൈറ്റിയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും എക്സംഷനുള്ള ഒരു സൊസൈറ്റി ഉണ്ട്, അതുകൂടി നമ്മൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സംഷനുള്ള സൊസൈറ്റി ഹോസ്പിറ്റൽ സൊസൈറ്റീസ് ആണ്. ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഏതൊരു അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ നോമിനൽ അസോസിയേറ്റ് മെമ്പർക്ക് റൈറ്റുകളൊന്നും തന്നെ വേറെ ഒന്നും തന്നെ ഷെയറിലോ അല്ലെങ്കിൽ അവരുടെ അസറ്റ്സിലോ, സൊസൈറ്റിയുടെ അസറ്റ്സിലോ പ്രോഫിറ്റിലോ അതല്ലെങ്കിൽ മെമ്പേഴ്സ് കമ്മിറ്റി മെമ്പർ ആവാനോ ഒന്നിനും തന്നെയുള്ള റൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അവർക്ക് എന്താണോ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള റൈറ്റുകളാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. The maximum amount of assistance to be given to a member of cooperatives under member relief scheme is rupees dash. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1038/2023 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 5000, ഓപ്ഷൻ ബി 10000, ഓപ്ഷൻ സി 25000, ഓപ്ഷൻ ഡി 50000. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 50000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മെമ്പർ റിലീഫ് ഫണ്ട് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാറ്റിവെക്കേണ്ട തുകയാണ്, നിർബന്ധമായും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നീക്കി വെക്കേണ്ട എമൗണ്ടാണ് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് മാക്സിമം മാറ്റിവെക്കേണ്ടത് 10% നമുക്ക് റേറ്റ് ആയിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്ത് പറയുന്ന സെക്ഷൻ
56(1)(c) ആണ്. റൂള് 53(a) ആണ് മെമ്പർ റിലീഫ് ഫണ്ടുമായി റിലേറ്റ് ചെയ്തത്. അപ്പോൾ സെക്ഷൻ 56(1)(c)യിൽ വരുന്നതാണ് 10% തുക നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നീക്കി വെക്കണം. അപ്പോൾ മാക്സിമം പറയുന്നുണ്ട്, എങ്ങനെ വന്നാലും മാക്സിമം ₹1 lakhs ആണ് മാക്സിമമായി മാറ്റിവെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ്, അതിൽ നിന്നും അസിസ്റ്റൻസ് ലഭിക്കുന്നത് ഒരു മെമ്പർക്ക് എത്ര രൂപയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെമ്പർ റിലീഫ് ഫണ്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നത് മാരക രോഗം പിടിവിട്ടവർക്കോ അതല്ലെങ്കിൽ ഈ അപകടം ഒക്കെ വന്ന് അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ അപകടമൊക്കെ വന്നിട്ടോ സുഖമില്ലാതെ ഇരിക്കുന്ന വ്യക്തികളുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ അവർക്കോ ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫണ്ടാണ് ഇത് മെമ്പർ റിലീഫ് സ്കീം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും മാക്സിമം ഒരു മെമ്പർക്ക് കൊടുക്കുന്ന അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 4. As per Rule 60, dash may permit any society or class of societies to utilize the reserve fund either in full or in part in the business of such society or societies. Expected ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി എ ഓർ ബി. അപ്പോൾ റൂള് 60 എന്ന് പറയുന്നത് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ് റൂൾ 60. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ ഓർ ഫിനാൻസിംഗ് ബാങ്കിലോ ആണ് നമ്മൾ റിസർവ് ഫണ്ട് നിക്ഷേപിക്കേണ്ടത്. റിസർവ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ റിസർവ് ഫണ്ട് അവരുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുമതി, അതിൽ ഫുൾ ഓർ പാർട്ടായി യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരുടെ അനുമതി വേണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഗവൺമെൻറ് ആണ് ആൻസർ. ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി റിസർവ് ഫണ്ട് ഫുൾ ഓർ പാർട്ടായി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ് ടു 50% വരെയാണെങ്കിൽ RCSൻ്റെ അനുമതി മതി. അപ് ടു 50% വരെയാണെങ്കിൽ റിസർവ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ RCSൻ്റെ അനുമതി ആയാലും മതി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണ്, ഏതെങ്കിലും ഒരു സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെയോ RCSൻ്റെയോ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക് ഫിനാൻസിംഗ് ബാങ്കിനോട് സമീപിച്ച് ഫിനാൻസിംഗ് ബാങ്കിൻ്റെ അടുത്തു നിന്നും എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് അവരെ സമീപിച്ച് ഫിനാൻസിംഗ് ബാങ്കിൻ്റെ അടുത്താണെങ്കിൽ ഫിനാൻസിംഗ് ബാങ്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നും ഇത് വിഡ്രോ ചെയ്ത് വാങ്ങിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 2 മാസമാണ്. അവർ റിക്വസ്റ്റ് കൊണ്ടുപോയി ഈ പറയുന്ന ഓർഡർ കൊണ്ടുപോയി ഫിനാൻസിംഗ് ബാങ്കിൽ കൊടുക്കുമ്പോൾ ഫിനാൻസിംഗ് ബാങ്കിന് 2 മാസത്തിനകം ഈ തുക വിഡ്രോ ചെയ്ത് അവർക്ക് നൽകേണ്ടതാണ്. ഇത്രയുമാണ് നമ്മുടെ റൂൾ 60 മെൻഷൻ ചെയ്ത് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, which of the following is one of the eligibility condition to contest the election to the Committee of Regional Milk Producers Union RCMPU? എന്താ ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1038/2023 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ, ദ സൊസൈറ്റി വിച്ച് ദ ഡെലഗേറ്റ് റെപ്രസെൻറ്റ് ഷാൽ ബി പ്ലേസ്ഡ് ഇൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എ ഓർ ബി. ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദ സൊസൈറ്റി വിച്ച് ദ ഡെലഗേറ്റ് റെപ്രസെൻറ്റ്സ് ഷാൽ ബി പ്ലേസ്ഡ് ഇൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എ, ബി ഓർ സി. 3ാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് സി എന്ന് പറഞ്ഞ ഓപ്ഷനായിട്ട് വരുന്നത് ദ സൊസൈറ്റി വിച്ച് ദ ഡെലഗേറ്റ് റെപ്രസെൻറ്റ് ഷാൽ ബി പ്ലേസ്ഡ് ഇൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എ ഓൺലി. ലാസ്റ്റ് ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് നൺ ഓഫ് ദീസ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ കമ്മിറ്റിയിലേക്കുള്ള എലക്ഷന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് താഴെ പറയുന്നതിൽ ഏത് സൊസൈറ്റിക്കാണ് വരുന്നത്? അപ്പോൾ ഇത് നമുക്ക് 2021 ഓർഡിനൻസ് പ്രകാരം അമെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു സെക്ഷനാണ്. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഡെഫിനിഷനാണെന്നറിയാം. 2AC ആപ്കോ സൊസൈറ്റി, ആനന്ദ് പാറ്റേൺ ആപ്കോ സൊസൈറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 2 തന്നെ PAയും PBയും ഉണ്ട്. അതിനകത്ത് PB എന്ന് പറയുന്നത് RCMPU, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് RCMPU. ഇനി PA വരുന്നത് ഈ RCMPയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി,
റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീനെ കുറിച്ച് വരുന്നതാണ് PA എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പുതുതായി ഒരു സെക്ഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 80BB എന്ന് പറയുന്ന ഒരു സെക്ഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 21 ഓർഡിനൻസ് പ്രകാരമാണ് ഇതെല്ലാം ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കാണ് RCMPUവിൽ കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്നതിന് കാൻഡിഡേറ്റ്സ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചേക്കുക, RCMPയിലെ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത് ആരാണ്? RCMPയിലെ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത് അവരുടെ പ്രൈമറീസ് ആയിട്ടുള്ള ആപ്കോസിലെ പ്രസിഡൻറ്റുമാരാണ്. ആപ്കോസിലെ പ്രസിഡൻസ്, ഇത് നമ്മളുടെ അടുത്ത് പ്രീവിയസ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആപ്കോസിലെ പ്രസിഡൻസിനാണ് എവിടെ കിട്ടുക? RCMPയിൽ കമ്മിറ്റി മെമ്പേഴ്സായിട്ട് ഉണ്ടാവുക. അങ്ങനെയുള്ള ആപ്കോസിലെ പ്രസിഡൻറ്റുമാരെ അവരുടെ കമ്മിറ്റിയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ സെലക്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. The societies which the delegate represent shall be placed in audit classification A or B. ലാസ്റ്റത്തെ ഓഡിറ്റിങ്ങിൽ A അല്ലെങ്കിൽ B ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ കിട്ടിയേക്കുന്ന സൊസൈറ്റികളെയാണ്, ആപ്കോ സൊസൈറ്റികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് RCMPയുടെ കമ്മിറ്റി പറയുന്ന അത്ര മിൽക്ക് കൊടുത്തിരിക്കണം, ഇവർ സൊസൈറ്റിയിലേക്ക് കൊടുത്തിരിക്കണം. RCMPയുടെ കമ്മിറ്റി ഇത്ര ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് നൽകണം എന്ന് പറയുന്നുണ്ട്, ആ അത്രയും തന്നെ സൊസൈറ്റിയിലേക്ക് കൊടുത്തിരിക്കണം. ഇതാണ് 2 കണ്ടീഷൻ വരുന്നത്. ഇത് ഫുൾഫില്ല് ചെയ്താൽ മാത്രമാണ് അവരുടെ ഇലക്ഷനിൽ അവർക്ക് കാൻഡിഡേറ്റായി ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർമനൻറ്റ് രജിസ്റ്റർ? പെർമനൻറ്റ് രജിസ്റ്റർ ആയിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ A ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ഓപ്ഷൻ B ഷെയർ വിഡ്രോവൽ രജിസ്റ്റർ, ഓപ്ഷൻ C ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ഓപ്ഷൻ D രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ്. ഇതുമായി ബന്ധപ്പെട്ട റൂള് 31 ആണ്. റൂള് 31, പീരീഡ് ഫോർ വിച്ച് മെയിൻ്റനൻസ് ഓഫ് ബുക്സും റെക്കോർഡ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പീരീഡ് പറയുന്നതാണ് 31. അപ്പോൾ ബുക്സും റെക്കോർഡ്സും ഏതൊക്കെയാണെന്ന് പറയുന്നത് റൂള് 29ലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 29 ബുക്സൊക്കെ ഏതൊക്കെ ബുക്കുകൾ ഒരു സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നു. ഇനി 31 അതിൻ്റെ പീരീഡ് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരെണ്ണമുണ്ട് റൂള് 30. റൂള് 30 എന്ന് പറയുന്നത് ബുക്സും റെക്കോർഡ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കാത്ത സൊസൈറ്റികളിൽ രജിസ്ട്രാർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നു, അതായത് റൈറ്റപ്പ് ചെയ്യിപ്പിക്കുന്നു. രജിസ്ട്രാർ റൈറ്റപ്പ് ചെയ്യിക്കുന്നതാണ് റൂള് 30. അപ്പോൾ 31 ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട റൂള്. അപ്പോൾ നമുക്ക് നോക്കാം. ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ 3 years ആണ് വരുന്നത്. ഇനി ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ഇതും 3 വർഷം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ് ഇത് 5 years ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ ഏതായിട്ട് വരും? ഓപ്ഷൻ B ഷെയർ വിഡ്രോവൽ രജിസ്റ്റർ ആണ് പെർമനൻറ്റ് രജിസ്റ്റർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് എ ഡെലഗേറ്റ് ഓഫ് വൺ സൊസൈറ്റി സിറ്റിംഗ് ഓൺ ദ കമ്മിറ്റി ഓഫ് അനദർ സൊസൈറ്റി ഷാൽ നോട്ട് സീസ് ടു ബി എ മെമ്പർ ഓഫ് സച്ച് കമ്മിറ്റി? ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1968/2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഇഫ് ദ സൊസൈറ്റി വിച്ച് എലക്ട് ഹിം ആസ് എ ഡെലഗേറ്റ് വിഡ്രോ ഹിം. ഓപ്ഷൻ B ഇൻ കേസ് ഹി വാസ് എലക്റ്റഡ് ആസ് എ ഡെലഗേറ്റ് ബൈ എ സൊസൈറ്റി ഓൺ സൂപ്പർസെഷൻ ഓഫ് ദ കമ്മിറ്റി. ഓപ്ഷൻ C ഇൻ കേസ് ഹി വാസ് എലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് of the society which he represents. Option D if the registration of the society of which he is a delegate is cancelled. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റൂള് 46മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂള് 44A പ്രകാരം ഒരു കമ്മിറ്റിയിൽ നിന്നും, ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ നിന്നും മറ്റൊരു സൊസൈറ്റിയിലേക്ക് ഡെലഗേറ്റിനെ അയക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട് ഉള്ള ഒരു റൂളാണ് റൂള് 45. ഈ ഒരു റൂളിൽ 46 എന്ന് പറയുന്ന റൂളിൽ പറയുന്നത് ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ നിന്നും മറ്റൊരു സൊസൈറ്റിയിലേക്ക് അയക്കപ്പെട്ട ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടുത്തെ കമ്മിറ്റി മെമ്പർ ആവുക. അവിടുത്തെ കമ്മിറ്റി മെമ്പർ ആകുന്നതിൽ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവരുടെ ടേം എത്ര നാളിനുള്ളിലാണ് കഴിയുന്നത്, അല്ലെങ്കിൽ കഴിയുന്നത് അല്ലാത്തത്, അതായത് അവരുടെ ടേം അവസാനിപ്പിക്കാത്ത സമയം താഴെ പറയുന്നതിൽ ഏതാണ്?
ഓപ്ഷൻസ് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു എക്സാമ്പിളാണ്, ഒരു സൊസൈറ്റി എ എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ട്, ഒരു ബി എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. എ എന്ന് പറഞ്ഞ സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ നിന്നും ഒരു വ്യക്തി, കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി ബി എന്ന സൊസൈറ്റിയിലേക്ക് റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്നു. ആ ബിയിൽ ചെന്നിരിക്കുന്ന കമ്മിറ്റി മെമ്പർ ആയി ബിയിൽ ചെന്നിരിക്കുന്ന ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടുത്തെ കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ കമ്മിറ്റി മെമ്പറായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴാണ് അദ്ദേഹം തിരികെ സൊസൈറ്റിയിലേക്ക് വരേണ്ടത്? എയിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുന്നത് എപ്പോഴാണ്? അതാണ് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇഫ് ദ സൊസൈറ്റി വിച്ച് എലക്ട് ഹിം ആസ് എ ഡെലഗേറ്റ് വിഡ്രോ ഹിം, എന്താ എലക്ട് ഹിം ആസ് എ ഡെലഗേറ്റ്, എ ആണ് കേട്ടോ. ഓപ്ഷൻ വെച്ച് നോക്കുകയാണ്, ഓപ്ഷൻ വെച്ചാണ് പറയുന്നത്. ഡെലഗേറ്റ് ആയി അയച്ച സൊസൈറ്റി എ, അവർ ആ വ്യക്തിയെ വിഡ്രോ ചെയ്യുന്നു, അതായത് തിരിച്ചു വിളിക്കുന്നു, മതിയാക്കി, അവർ ഡെലഗേഷൻ മതിയാക്കി തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ അതിന് പകരമായി വേണമെങ്കിൽ അവർക്ക് വേറൊരു വ്യക്തിയെ വിടാനായിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം. ആ കാര്യം കൂടി ആ ഒരു റൂളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെലഗേഷൻ തീർന്നല്ലോ. അപ്പോൾ ഓപ്ഷൻ നമ്മളുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. ഇൻ കേസ് ഹി വാസ് എലക്റ്റഡ് ആസ് എ ഡെലഗേറ്റ് ബൈ എ സൊസൈറ്റി ഓൺ സൂപ്പർസെഷൻ ഓഫ് ദ കമ്മിറ്റി. ഇതും എയുടെ കേസ് തന്നെയാണ് പറയുന്നത്. എ സൂപ്പർസീഡ് ചെയ്തു, എയെ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്തു, രജിസ്ട്രാർ സൂപ്പർസീഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബിയിലേക്ക് അയച്ചിരിക്കുന്ന വ്യക്തിക്ക് അവിടെ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സൂപ്പർസീഡ് ചെയ്ത കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാർജ് അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരേണ്ടതാണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഇൻ കേസ് ഹി വാസ് എലക്റ്റഡ് ആസ് എ പ്രസിഡൻറ്റ് ഓഫ് ദ സൊസൈറ്റി വിച്ച് ഹി റെപ്രസെൻറ്റ്, അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ അദ്ദേഹം പ്രസിഡൻ്റായി. ഇത് അങ്ങനെ ഒരു കാരണം അതിൻ്റെ അകത്ത് പറയുന്നില്ല. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല. ഇനി ഓപ്ഷൻ ഡി നോക്കുക. ഇഫ് ദ രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി ഓഫ് വിച്ച് ഹി ഈസ് എ ഡെലഗേറ്റ് ഈസ് ക്യാൻസൽഡ്, ഇതും എയെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. എ എന്ന് പറഞ്ഞ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്ന് കേസുകളും എന്താണ്? ഒരു ഡെലഗേറ്റായി അയച്ചിരിക്കുന്ന വ്യക്തി അവരുടെ കമ്മിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേമാണ്. ടേമിനെ കുറിച്ച് പറയുന്നതാണ് റൂൾ 46. ഇനി ഒരു 3 പോയിൻറ്റും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് റൂൾ 44 അത് പ്രകാരം ഈ ഡെലഗേറ്റായി അയച്ചിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വന്നാൽ അദ്ദേഹത്തിനെ തിരിച്ചിങ്ങോട്ട് വിളിക്കും. ഇത് അടുത്ത ഒരു പോയിൻ്റാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, എ എന്ന് പറഞ്ഞ സൊസൈറ്റി ബി എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ എന്തെങ്കിലും തരത്തിൽ ഡീഫോൾട്ട് വരുത്തിയാൽ, ഡീഫോൾട്ട് അവിടെ നിന്ന് ലോണോ മറ്റോ എടുത്തിട്ട് ഡീഫോൾട്ട് വരുത്തിയാൽ, അതായത് ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം PSCSകളുടെ അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് PSCSകളെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു വ്യക്തി അങ്ങോട്ട് പോകണം, നിർബന്ധമായിട്ടും അങ്ങനെ റെപ്രസെൻറ്റേറ്റീവ് പോകണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിൽ ലോൺ എടുത്തു, അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്തു, കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ, കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരിക്കുന്ന ഒരു PACS ആണെങ്കിൽ ആ PACS എന്തെങ്കിലും തരത്തിൽ ഡീഫോൾട്ട് വരുത്തിയാൽ, ആ ലോൺ തിരിച്ചടവിൽ എന്തെങ്കിലും കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ ഡെലഗേഷൻ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഈ 2 പോയിന്റ് കൂടി നോക്കിയേക്കാം. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. ഈ പറയുന്ന ഈ ഡെലഗേറ്റായി അയച്ചിരിക്കുന്ന വ്യക്തിയെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആക്കുക, അഡ്മിനിസ്ട്രേറ്റർ ആക്കുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെലഗേഷൻ മറ്റേതെങ്കിലും സൊസൈറ്റിയുടെ ആവാം, അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡെലഗേഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഡെലഗേഷൻ അവസാനിച്ച കമ്മിറ്റിയിൽ നിന്നും പിന്നെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ 6 പോയിന്റുകളാണ് റൂൾ 46 റൂൾ 46 ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോ അപ്പീൽ ഷാൽ ബി എൻ്റർടൈൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ഇമ്പോസിംഗ് ദ പെനാൽറ്റി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 6 months, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 60 days, ഓപ്ഷൻ ഡി 90 days. നമ്മൾ അപ്പീലിന് കാണുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കുക 60 days ആണ്. പക്ഷേ നമ്മൾ ഇത് ഏത് റൂളുമായി ബന്ധപ്പെട്ടതാണെന്ന് ആലോചിക്കുക. റൂള് 198 ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്ത് ഡിസിപ്ലിനറി ആക്ഷൻ്റെ ആ ഒരു പെനാൽറ്റി കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ദിവസം മുതൽ, ഉത്തരവ് കയ്യിൽ കിട്ടിയ ഡേറ്റ് മുതൽ
എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുത്താലാണ് അത് അപ്പീലായി പരിഗണിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 3 months. ഓപ്ഷൻ ബി 3 months ആണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 9. Where any member of a society to be registered is a registered cooperative society, a member of the dash of such registered society shall be authorized by the committee to sign the application for registration. Question paper code 2011/2019 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഫിലിയേറ്റഡ് സൊസൈറ്റി, ഓപ്ഷൻ ബി കമ്മിറ്റി, ഓപ്ഷൻ സി പാസ്റ്റ് കമ്മിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി കമ്മിറ്റി. അപ്പോൾ ഇത് റൂള് 3യുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ് റൂൾ 3 എന്ന് പറയുന്നത്. രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമ്പർ 1 സബ്മിറ്റ് ചെയ്യണം. ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? രജിസ്ട്രാർക്ക് മുമ്പാകെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ രജിസ്ട്രാർക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവരും, മെമ്പറായി ജോയിൻ ചെയ്തേക്കുന്ന എല്ലാവരും തന്നെ സൈൻ ചെയ്യണം. അത് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, ഇൻഡിവിജ്വൽസ് നമുക്കറിയാം നോട്ട് ലെസ് ദാൻ 25 മെമ്പേഴ്സാണ് വരുന്നത്. ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ള 25 മെമ്പേഴ്സ് എങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും സൈൻ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർഷിപ്പ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? ആ സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ നിന്നും, കമ്മിറ്റി ഓതറൈസ്ഡ് ആക്കി വിടുന്ന കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു മെമ്പർ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം. ഇതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളോ കമ്മിറ്റീസോ ഒക്കെ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിലും അവരിൽ നിന്നും അവരുടെ ബോർഡ് പാസ്സാക്കി വിട്ടിരിക്കുന്ന ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 9ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. The person appointed to represent a society in any other society and vote shall be a member of the committee of the society which he represent is mentioned in dash. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൂൾ 44, ഓപ്ഷൻ ബി റൂൾ 44A, ഓപ്ഷൻ സി റൂൾ 45, ഓപ്ഷൻ ഡി റൂൾ 46. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 44A, റൂൾ 44A. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു സൊസൈറ്റിയിൽ നിന്നും കമ്മിറ്റി മെമ്പറെ ആയിരിക്കണം മറ്റൊരു സൊസൈറ്റിയിലേക്ക് റെപ്രസെൻറ്റേറ്റീവായി അവിടെ വോട്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരം കൊടുത്തുകൊണ്ട് അയക്കേണ്ടത്. അതിനെക്കുറിച്ച് പറയുന്ന റൂളാണ് 44A. അപ്പോൾ കമ്മിറ്റിയിൽ നിന്നും കമ്മിറ്റി മെമ്പറെ ആയിരിക്കണം അയക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നതാണ് റൂൾ 45 കേട്ടോ, ഡിസ്ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. 10ൻ്റെ ആൻസറാണ് ഓപ്ഷൻ ബി റൂൾ 44A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ സർവീസ് ഓഫ് ദ പ്രൊബേഷണർ ഈസ് ഫൗണ്ട് നോട്ട് സാറ്റിസ്ഫാക്ടറി he shall be dismissed by the managing committee with the prior permission of dash. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1920/2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, ഓപ്ഷൻ സി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 184 എന്ന് പറഞ്ഞ റൂളിൽ നിന്നാണ്. റൂള് 184 പ്രൊബേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊബേഷൻ്റെ കാലയളവ് നമുക്കറിയാവുന്നതാണ്. പ്രൊബേഷൻ കണ്ടിന്യൂസ് ആയ 2 വർഷത്തിൽ ആദ്യത്തെ 1 വർഷമാണ് പ്രൊബേഷൻ്റെ പീരീഡ്. മിനിമം പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇയറും മാക്സിമം വന്നു കഴിഞ്ഞാൽ 2 ഇയേഴ്സുമാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൊബേഷൻ്റെ ടൈമിൽ പ്രൊബേഷണർ സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സൊസൈറ്റി സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണെങ്കിൽ ആ മാനേജിങ് കമ്മിറ്റിക്ക് പ്രൊബേഷണറെ ഡിസ്മിസ് ചെയ്യാവുന്നതാണ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ്. പെർമിഷൻ ആരുടെ വാങ്ങിക്കണം? രജിസ്ട്രാർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി രജിസ്ട്രാർ. രജിസ്ട്രാറുടെ അനുമതി വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The certificate to be issued by the registrar under subsection 2 of section 8 shall be in form number dash. Options നോക്കാം. Form number 2, ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് ഫോം നമ്പർ 2, ഓപ്ഷൻ ബി ഫോം നമ്പർ 31, ഓപ്ഷൻ സി ഫോം നമ്പർ 3, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്
സെക്ഷൻ 8 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു റൂളും കൂടിയുണ്ട്. റൂള് 4A. 4A എന്ന് പറയുന്നതും 8.2 എന്ന് പറയുന്നതും സെക്ഷൻ 8.2 എന്ന് പറയുന്നതും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാർ തന്നെയാണ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരി. ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസും രജിസ്ട്രാറുടെ അടുത്തുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇറിക്കവറബിളി ആയിട്ട് സർട്ടിഫിക്കറ്റ് ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാലാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോം നമ്പേഴ്സ് ഇതിൻ്റെ അകത്ത് ഇല്ല. നമുക്കറിയാം ഫോം നമ്പർ 3 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെന്നറിയാം. അപ്പോൾ 3A ആണ് എന്തായിട്ട് വരുന്നത്? ഫോം നമ്പർ 3A ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഫോം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തേതാണ്. ദ നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ ടു മൂവ് എ നോൺ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ദ പ്രസിഡന്റ് ഓഫ് എ സൊസൈറ്റി അണ്ടർ റൂൾ 43A ഷാൽ ബി സൈൻഡ് ബൈ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1028/2023 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. Not less than half of the committee members. Option B, not less than 1/2 of the total strength of the committee. Option C, not less than 7 directors. Option D, not less than 1/3 of the total strength of the committee. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് റൂൾ 43A അനുസരിച്ച് നോൺ കോൺഫിഡൻസ് അവിശ്വാസ പ്രമേയം പാസ്സാക്കി ഒരു പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേരായിരിക്കണം അതിൽ സൈൻ ചെയ്യേണ്ടത്? ആ മോഷൻ പാസ്സാവണം എന്നുണ്ടെങ്കിൽ എത്ര പേര് സൈൻ ചെയ്ത് കൊടുക്കണം? അത് ആർക്കാണ് അയക്കുന്നതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റി സൈൻ ചെയ്ത മോഷൻ ഒരു കോപ്പി ആയിട്ട് രജിസ്ട്രാർക്കാണ് അയച്ചു കൊടുക്കുന്നത്. രജിസ്ട്രാർക്ക് ഇൻ പേഴ്സൺ ആയിട്ടാണ് കേട്ടോ എത്തിക്കേണ്ടത്. ഇൻ പേഴ്സൺ ആയിട്ട് രജിസ്ട്രാർക്ക് എത്തിക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. 1/2 ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുന്നതാണ് SCU ഓർ CCU. SCUലെയും CCUലെയും ചെയർമാനെ നോൺ കോൺഫിഡൻസ് മോഷൻ വഴി പുറത്താക്കുന്നതിന് ബന്ധപ്പെട്ട് കമ്മിറ്റിയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 1/2 ആണ് എന്ത് ചെയ്യേണ്ടത്? മോഷനിൽ സൈൻ ചെയ്യേണ്ടത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പവർ ഓഫ് DCA അണ്ടർ സെക്ഷൻ 63 ഷാൽ ഡെലഗേറ്റ് ടു ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഹിസ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. ഓപ്ഷൻ ബി, എനി പേഴ്സൺ. ഓപ്ഷൻ സി, സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് RCS. ഓപ്ഷൻ ഡി, A or C. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, A or C ആണ്. എന്താ എയിൽ വരുന്നത്? ഹിസ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. എന്താ DCAയുടെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിനോ അതല്ലെങ്കിൽ RCSൻ്റെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെയോ ആണ് ഡെലഗേഷൻ ഓഫ് പവേഴ്സ് വരുന്നത്. ഡെലഗേഷൻ ഓഫ് പവേഴ്സ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 3യിലാണ്. അപ്പോൾ സബ്സെക്ഷൻ 1 എന്താണ്? DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. സബ്സെക്ഷൻ 2 DCAയുടെ ക്വാളിഫിക്കേഷൻ പറയുന്നു. സബ്സെക്ഷൻ പഠിക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ 63 എന്ന് പറയുന്നത്. സബ്സെക്ഷൻ 3 വരുന്നതാണ് പവർ ഡെലഗേഷൻ. ഡെലഗേറ്റ് ചെയ്യുന്നത് A or C. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂ ആർ എലിജിബിൾ ടു ഗെറ്റ് അസിസ്റ്റൻസ് ഫ്രം മെമ്പർ റിലീഫ് ഫണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1920/2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, മാനേജിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ബി, രജിസ്ട്രാർ. ഓപ്ഷൻ സി, ചീഫ് എക്സിക്യൂട്ടീവ്. ഓപ്ഷൻ ഡി, ഗവൺമെൻറ് സെക്രട്ടറി. അപ്പോൾ മെമ്പർ റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സെക്ഷൻ ഏതാണ്? 56ലാണ് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊടുക്കുന്ന ഫണ്ടാണ് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലിസ്റ്റ്, മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ്, അസിസ്റ്റൻസ് ലഭിക്കേണ്ട മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, രജിസ്ട്രാർ. രജിസ്ട്രാർ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതുപോലെ രജിസ്ട്രാർ അടങ്ങുന്ന ഒരു 3 അംഗ കമ്മിറ്റിയാണ് ഇതിലേക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഒരാളാണ് രജിസ്ട്രാർ, പിന്നെ ഒന്ന് കോപ്പറേറ്റീവ് മിനിസ്റ്ററും, പിന്നെ ഒന്ന് നമ്മുടെ സെക്രട്ടറി ടു ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ നമ്മുടെ 15ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, രജിസ്ട്രാർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 14AA ഷാൽ എക്സിസ്റ്റ്
only as long as the dash deems its existence necessary. Options നോക്കാം. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ഗവൺമെൻറ്, ഓപ്ഷൻ സി MC മാനേജിംഗ് കമ്മിറ്റി ഓഫ് സൊസൈറ്റി, ഓപ്ഷൻ ഡി ജനറൽ ബോഡി ഓഫ് ദി സൊസൈറ്റി. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 14A സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അനുബന്ധ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അനുബന്ധ സ്ഥാപനങ്ങൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് അനുബന്ധ സ്ഥാപനങ്ങൾ ആരംഭിക്കാമെന്ന് നമ്മളുടെ ലോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ അനുബന്ധ സ്ഥാപനങ്ങൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ജനറൽ ബോഡി കൂടി സിമ്പിൾ മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാണ് ഈ പറയുന്ന അനുബന്ധ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. അതും നമ്മളുടെ രജിസ്ട്രാറുടെ പ്രീവിയസ് അപ്രൂവലോട് കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ടൈം എത്ര നാൾ വരെയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ജനറൽ ബോഡി എപ്പോൾ വരെ തീരുമാനിക്കുന്നോ അതുവരെ ആയിരിക്കും ഇവരുടെ കാലാവധി വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. Penalties under Rule 198 of the KCS rules the 1969 are imposed on an employee by an administrative committee. Such employee can file appeal before the dash. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 2020/2022 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ, ഓപ്ഷൻ ഡി ഫോർത്ത് കമ്മിങ് എലക്റ്റഡ് കമ്മിറ്റി. 198 എന്ന് പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് പണിഷബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസിപ്ലിനറി ആക്ഷനായി കൊടുക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്, ഈ പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുന്നത് ആരാണ്, അതുപോലെ അതിൻ്റെ അപ്പീലിയേറ്റ് അതോറിറ്റി ആരാണ് എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാലത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരിക്കുന്ന സമയത്താണ് ഒരു എംപ്ലോയിക്ക് ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ട പെനാൽറ്റി ലഭിക്കുന്നതെങ്കിൽ ഇത് ആരുടെ അടുത്താണ് അപ്പീലിയേറ്റ് അതോറിറ്റി ആയിട്ട് അപ്പീൽ കൊടുക്കാൻ പറ്റുന്നത് ആരുടെ അടുത്താണ്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഫോർത്ത് കമ്മിങ് എലക്റ്റഡ് കമ്മിറ്റി. തൊട്ടടുത്ത് വരുന്ന എലക്റ്റഡ് കമ്മിറ്റിക്കാണ് അവർക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് പീരീഡ് എന്ന് പറയുന്നത് 3 മാസത്തിനകം തന്നെ പെനാൽറ്റി ഇമ്പോസ് ചെയ്ത് 3 മാസത്തിനകമാണ് അപ്പീൽ കൊടുക്കേണ്ടത്. എന്നാൽ ഈ ഒരു കേസിൽ മാത്രം അത് ബാധകമല്ല. തൊട്ടടുത്ത് എപ്പോഴാണോ എലക്റ്റഡ് കമ്മിറ്റി വരുന്നത് അപ്പോഴാണ് അവർക്ക് അപ്പീൽ കൊടുക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The chief executive shall submit voters list to the returning officer within dash days prior to the date fixed for election. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 20 days, ഓപ്ഷൻ ബി 35 days, ഓപ്ഷൻ സി 30 days, ഓപ്ഷൻ ഡി നോട്ട് മെൻഷൻഡ് ഇൻ റൂൾസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കുന്നു. ഇത് ഏത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഇലക്ഷൻസാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ലോയിൽ പഠിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? നമ്മുടെ സാധാരണ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിക്കുള്ള ഇലക്ഷനും പിന്നെ CCയുടെ ഇലക്ഷനും SCയുടെ ഇലക്ഷനും പിന്നെ റെപ്രസെൻറ്റേറ്റീവിൻ്റെയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഇലക്ഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് 2 സന്ദർഭങ്ങളിലാണ്. ഒന്ന് നമ്മുടെ സാധാ കമ്മിറ്റിയുടെ ഇലക്ഷൻ, മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ. മറ്റൊന്ന് SCയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ. ഇതിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ CCയുടെ വരികയാണെങ്കിൽ അവിടെ റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ബോർഡിലെ കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സാധാ കമ്മിറ്റിയുടെ ഇലക്ഷൻ ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത് ഇലക്ടറൽ ഓഫീസർക്കാണ്. ഇലക്ടറൽ ഓഫീസർക്കാണ് കൊടുക്കുന്നത്. വിത്തിൻ 35 ഇലക്ഷൻ ഡേറ്റിന് 35 ദിവസം മുൻപായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം ഇതെന്തായാലും മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ സാധാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അടുത്തത് നോക്കാം. ചീഫ് എക്സിക്യൂട്ടീവ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കുന്നത് SCയുടെ ഇലക്ഷനിലാണ്. അപ്പോൾ ഇത് SCയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ SCയുടെ ഇലക്ഷനിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നതിൻ്റെ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 30 days ആണ്.
അപ്പോൾ സാധാ കമ്മിറ്റി ആണെങ്കിൽ, സാധാ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ ആണെങ്കിൽ 35 ദിവസം മുൻപായിട്ടാണ്. അതുപോലെ ഇവിടെ വരുമ്പോൾ 30 ഡേയ്സ് മുൻപായിട്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് പേ ഡാഷ് ഓഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ചാർജബിൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1024/2023 അതുപോലെ 2020/2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1/3, ഓപ്ഷൻ ബി ഹാഫ്, ഓപ്ഷൻ സി 1/4, ഓപ്ഷൻ ഡി 2/3. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇത് നമ്മുടെ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഹാഫ് ആണ്. ഹാഫ് ഓഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീസാണ് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്. അപ്പോൾ ഇത് തന്നെ വരുന്ന 2 സൊസൈറ്റി കൂടിയുണ്ട്. ഡയറി സൊസൈറ്റിയും അതുപോലെ അപ്പെക്സ് സ്ക്വയർ സൊസൈറ്റിയും ഡയറി സൊസൈറ്റികൾക്കും കൂടി എന്താണ്, ഹാഫ് ഓഫ് ദ റേറ്റ് ആണ് ഓഡിറ്റ് ഫീസായിട്ട് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസ് വരുമ്പോൾ മാക്സിമം ഓഡിറ്റ് ഫീസ് ഡിസൈഡ് ചെയ്യുന്നത്, മാക്സിമം എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അവർ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലയോ എന്നുള്ള കണക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ ലോൺ ലെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് 50,000 രൂപയാണ് മാക്സിമം അടയ്ക്കുന്നത്. 50,000 രൂപ വനിതാ സൊസൈറ്റികളുടെ കേസാണ്. ഇനി അങ്ങനെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാത്ത സൊസൈറ്റി ആണെങ്കിൽ നമ്മളുടെ പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്നതാണ് 10,000 രൂപയാണ് അവർക്ക് മാക്സിമം ഓഡിറ്റ് ഫീസ് ചാർജബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഷാൽ അപ്പോയിൻറ്റ് ആസ് മെനി ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് മേ ബി നെസസറി ടു അസിസ്റ്റ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ആർബിട്രേഷൻ കോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ, ഓപ്ഷൻ ഡി ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ. അപ്പോൾ ഈ സെക്ഷൻ നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ സെക്ഷൻ നമുക്കറിയാം 70A, സെക്ഷൻ 70A അതുപോലെ റൂള് 67 സബ് റൂൾ 4, റൂൾ 67 സബ് റൂൾ 4 ആർബിട്രേഷൻ കോർട്ടിനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കുക. ആർബിട്രേഷൻ കോർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ ആർബിട്രേഷൻ കോർട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും സാലറി, അലവൻസസ്, റെമ്യൂണറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡായിട്ട് വരുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഒരു 7 വർഷത്തെ ബാർ എക്സ്പീരിയൻസോട് കൂടി ഉള്ള ഒരു പ്രിസൈഡിംഗ് ഓഫീസറാണ് ഇതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എംപ്ലോയീസിനെയും സ്റ്റാഫിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആർബിട്രേഷൻ കോർട്ടിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഗവൺമെൻറ്, ഓപ്ഷൻ സി ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ മാത്രമാണ് രജിസ്ട്രാറിനെ കയറ്റി പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ആർബിട്രേഷൻ കോർട്ടുമായി ബന്ധപ്പെട്ടതിൽ ഗവൺമെൻറ് ആണ് ആൻസർ ആയിട്ട് വരിക. ആർബിട്രേഷൻ കോർട്ടിന് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു സെക്രട്ടറി കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് ഗ്രൗണ്ട് ഫോർ ദ സൂപ്പർസെഷൻ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1028/2023 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ സെഷൻ്റെ കാരണങ്ങൾ അല്ലാത്തത് ഏതാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പെർസിസ്റ്റൻ്റ്ലി മേക്സ് ഡിഫോൾട്ട്, നിരന്തരമായി ഡ്യൂട്ടീസ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക. ഓപ്ഷൻ ബി വിൽഫുള്ളി ഡിസൊബേ ദ ലോഫുൾ ഓർഡേഴ്സ് ഓഫ് രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്ന ഓർഡറുകളെ മനഃപൂർവ്വമായി ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക. ഓപ്ഷൻ സി ഫ്രോഡുലൻ്റ്ലി റീറ്റെയിൻ എനി മണി ബിലോങ്ങിങ് ടു ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ വകയായിട്ടുള്ള ക്യാഷ് എന്തെങ്കിലും ചതിവിലൂടെ കൈപ്പറ്റുക. ഓപ്ഷൻ ഡി മേക്സ് എനി പേയ്മെൻറ്റ് കോൺട്രറി ടു ദ ആക്ട്, KCS ആക്ട്. അപ്പോൾ KCS ആക്ടിന് എതിരായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് നടത്തി സൊസൈറ്റിയുടെ അസറ്റ്സിനൊക്കെ ലോസ് സംഭവിച്ച് വെക്കുക. ഇതിൽ ഏതാണ് സൂപ്പർ സെഷന്, അതായത് കമ്മിറ്റിയെ പിരിച്ചുവിടുക, സെക്ഷൻ 32 പ്രകാരമാണ് വരുന്നത്. പിരിച്ചുവിടുന്നത് ഏത് സിറ്റുവേഷനാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫ്രോഡുലൻ്റ്ലി റീറ്റെയിൻ എനി മണി ബിലോങ്ങിങ് ടു ദ സൊസൈറ്റി. ബാക്കിയുള്ളതെല്ലാം സൂപ്പർ സെഷൻ്റെ കാരണങ്ങളാണ്. ഒരു കാരണം കൂടിയുണ്ട്, നമ്മൾ ഓപ്ഷൻസ് വെച്ച് തന്നെ നന്നായി പഠിക്കുക.
ഒരു കാരണം കൂടി ഉള്ളത് മിസ്അപ്രോപ്രിയേഷൻ കാണിക്കുക, അല്ലെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളും നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ നടത്തുക, അങ്ങനെയുള്ള കേസ് കൂടി ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദെയർ ആർ നോ ഓഡിറ്റേഴ്സ് അവൈലബിൾ ഫ്രം ദ പാനൽ 1 ഡാഷ് മേ അപ്പോയിൻറ്റ് ഓഡിറ്റിംഗ് ഫേംസ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സെക്ഷൻ 63 അതുപോലെ സെക്ഷൻ 64 റൂൾ 64 റൂൾ 64A 64B ആൻഡ് 65 ഇത്രയും സെക്ഷൻസും റൂളുകളുമാണ് നമുക്ക് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. സെക്ഷൻ 63 DCA ആണ്. ഓഡിറ്റിൻ്റെ സ്കോപ്പും കാര്യങ്ങളും പറയുന്നതാണ് എന്ത്, സെക്ഷൻ 64. അതുപോലെ ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്തിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂള് 64 ഓഡിറ്റിൻ്റെ റൂളാണ്. പിന്നെ റൂൾ 64A എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്ററാണ്. ഇനി റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ടാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാണ് ഒരു ഓഡിറ്റ് പാനൽ 1 നിന്നും, പാനൽ അപ്പോൾ എന്താണ്, പാനൽ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 60 ദിവസത്തിനകം നമ്മുടെ DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് പാനൽ തയ്യാറാക്കുന്നു. പാനൽ എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. പാനൽ 1, 2, 3 ആണ്. പാനൽ 1 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണ്, ഡിഗ്രി യോഗ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണ്. പാനൽ 2 എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഫേംസ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. പാനൽ 3യിൽ വരുന്നത് 5 വർഷത്തെ എക്സ്പീരിയൻസും 5 വർഷം സർവീസിൽ ഇരുന്ന് ഇറങ്ങിയേക്കുന്ന 5 വർഷം കഴിയാത്ത വ്യക്തികളുമായിട്ടുള്ള റിട്ടയേർഡ് ഓഡിറ്റേഴ്സ് അടങ്ങുന്നതാണ്. അപ്പോൾ പാനൽ 1ൽ നിന്നും ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്, ജനറൽ ബോഡിയാണ്. എന്നാൽ പാനൽ 2 ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഫേംസ് അതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതും സെയിം തന്നെയാണ്. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ ബി, ജനറൽ ബോഡിയാണ് നമ്മുടെ ആൻസർ. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ ബോഡി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സർട്ടിഫൈയിങ് കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻ ഓർ എൻട്രീസ് in books etc. of a cooperative society issued to a member shall be signed by dash and dash as per rule 32 of the KCS rules 1969. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 2020/2022 അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1024/2023 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ President and Secretary. Option B, President or Secretary and not less than 2 committee members of the society. Option C, Secretary and 2 or more committee members. Option D, President and 2 committee members of the society. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, President or Secretary and not less than 2 committee members. ഇത് വരുന്നത് റൂള് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട്, റൂള് 32 സർട്ടിഫൈയിങ് കോപ്പീസ്. അപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നും പ്രൂഫായിട്ട് പുറത്തേക്ക് പോകുന്ന ഏതൊരു ഡോക്യുമെൻറ്റും സർട്ടിഫൈ ചെയ്തിട്ട് മാത്രമാണ് പോകാൻ പാടുള്ളൂ. അപ്പോൾ ആരാണ് സർട്ടിഫൈ ചെയ്യുന്നതെന്നാണ് പല തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു വൈൻഡിങ് അപ്പിന് ഓർഡർ ഇട്ടേക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുക ലിക്വിഡേറ്ററാണ്. അപ്പോൾ ആരാണ് സർട്ടിഫൈ ചെയ്യുക? ലിക്വിഡേറ്റർ ഹിംസെൽഫാണ്, ആയിരിക്കും സർട്ടിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്ത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ കമ്മിറ്റി തീരുമാനിക്കുന്ന ആരാണോ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ആരാണോ അദ്ദേഹമായിരിക്കും സർട്ടിഫൈ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ, An appeal filed under subsection 1C of section 83 shall be disposed by the appellate authority within a period of dash. Options നോക്കാം. Option A 60 days, Option B 90 days, Option C 2 months, Option D 3 months. സെക്ഷൻ 83 അപ്പീൽ ടു അതർ അതോറിറ്റീസുമായി റിലേറ്റ് ചെയ്തതാണ്. നമുക്കറിയാം അപ്പീൽ ഫയൽ ചെയ്യുക, അപ്പീൽ ഫയൽ ചെയ്യുന്നതിൻ്റെ പീരീഡ് എത്രയാണ്? നമ്മളുടെ ലോയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഒരു 3 കാര്യങ്ങൾക്കൊഴികെ ബാക്കി എല്ലാത്തിലും അപ്പീൽ പീരീഡ് എന്ന് പറയുന്നത് 60 ദിവസമാണ്. അപ്പോൾ ആ 3 കാര്യം ഏതൊക്കെയാണ്? അപ്പെക്സ് സൊസൈറ്റി, അപ്പെക്സുമായിട്ടുള്ള അഫിലിയേഷൻ, അപ്പെക്സ് സൊസൈറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നതിന് അങ്ങനെ അഫിലിയേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, റെഫ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പീൽ പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഇനി ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ, റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം തന്നെയാണ്
അപ്പീൽ പീരീഡ് വരുന്നത്. ഇനി പിന്നെ വരുന്നത് 198, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 198 ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് അപ്പീൽ കൊടുക്കേണ്ടത് 3 മാസം, 3 months ആണ്. 3 മാസത്തിനകമാണ് അപ്പീൽ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഫയൽ ചെയ്യുന്ന കേസല്ല, അപ്പീലിയേറ്റ് അതോറിറ്റി ഏതിലാണ്? സെക്ഷൻ 83. അപ്പീലിയേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അതർ അതോറിറ്റീസ് ആയിട്ട് വരുന്ന നമ്മുടെ ഗവൺമെൻറ്റോ രജിസ്ട്രാറോ ആണ്. അതിലും 1C എന്നാണ് ചോദിച്ചേക്കുന്നത്. 1C എന്താണ്? 1C എന്ന് പറയുന്നത് ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി, അഡ്മിഷൻ അല്ലെങ്കിൽ എക്സ്പെൽഷൻ. ഒരു മെമ്പറെ അഡ്മിറ്റ് ചെയ്യുന്നതും അതല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സബ്സെക്ഷനാണ് വരുന്നത് 1C. അത് ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പീലിയേറ്റ് അതോറിറ്റി രജിസ്ട്രാറാണ്. അപ്പോൾ രജിസ്ട്രാർക്ക് മുമ്പാകെ നമ്മൾ ഒരു 60 ദിവസത്തിനകം അപ്പീൽ ഫയൽ ചെയ്താൽ ആ അപ്പീലിയേറ്റ് അതോറിറ്റി അതിനൊരു തീരുമാനമെടുക്കുന്ന സമയം എത്രയാണ്? അതാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C 2 months ആണ്. ബാക്കിയുള്ള എല്ലാ കേസിലും അപ്പീലിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കുന്നത് 6 months ആണ്, 6 മാസം. 6 months ആണ് വരുന്നത്. 1C മാത്രം 2 months ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. When the number of members of a society has been reduced to less than 25, the registrar shall dash. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1990/2021 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഡയറക്റ്റ് ദ കമ്മിറ്റി ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് പറയുന്നു. ഇനി ഓപ്ഷൻ ബി, ഓർഡർഡ് ഇറ്റ് ടു ബി വൂണ്ടപ്പ്. വൂണ്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യുക. വൈൻഡപ്പ് ചെയ്യാനായി ഓർഡർ ഇടും. ഓപ്ഷൻ സി, അപ്പോയിൻറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ഓപ്ഷൻ ഡി, അലൗ ദ സൊസൈറ്റി ടു പെർഫോം ആസ് സച്ച്. അത് പ്രകാരം തന്നെ വർക്ക് ചെയ്തോളാൻ പറയും. അപ്പോൾ ഇത് നമ്മളുടെ സെക്ഷൻ 71 വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈൻഡിങ് അപ്പ് ചെയ്യുന്നു. എപ്പോഴൊക്കെയാണ് വൈൻഡിങ് അപ്പ് ചെയ്യുക? നമുക്കറിയാം, 65 പ്രകാരം ഒരു എൻക്വയറി നടത്തുകയോ അതല്ലെങ്കിൽ 66 പ്രകാരം ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയോ അതുമല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ 3/4 ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 3/4 മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമോ ആണ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് രജിസ്ട്രാർ ഓർഡർ പാസ്സാക്കുന്നത്. പക്ഷേ രജിസ്ട്രാർക്ക് സ്വമേധയാലും വൈൻഡപ്പിന് വേണ്ടി ഓർഡർ പാസ്സാക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ കേസിലായിരുന്നു? 3 കേസിലായിരുന്നു. അതിലൊരു കേസാണ് നമ്മളുടെ അടുത്ത് ഈ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് 25 പേര് വേണം. മിനിമം 25 പേരെങ്കിലും വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 25 പേരിൽ നിന്നും മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കണേ. നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഓർഡർ ഇറ്റ് ടു ബി വൂണ്ടപ്പ്. വൂണ്ടപ്പ് ചെയ്യാനായി പറയുന്നു. ഇനി ഇതുപോലെ പറയുന്ന ബാക്കി 2 കേസും കൂടി ഉണ്ട്. ഒരു 6 മാസത്തിനകം നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനകമാണ് സൊസൈറ്റി വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. എന്നാൽ അങ്ങനെ വർക്ക് ചെയ്യാത്ത സൊസൈറ്റി ആണെങ്കിൽ ഇതുപോലെ തന്നെ വൈൻഡപ്പ് ചെയ്തോളാൻ പറയും. അതുപോലെ തന്നെ സ്പെഷ്യലായി ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഉള്ള സൊസൈറ്റി ആണെങ്കിൽ, ഇപ്പോൾ ഒരു ചെത്ത് തൊഴിലാളി സൊസൈറ്റി വർക്കേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയാണ്. അങ്ങനെയുള്ള സൊസൈറ്റി ആണെങ്കിൽ അവിടെ ഇത്ര മെമ്പേഴ്സ്, അവിടെ വർക്കേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിൽ നിന്നും അവർ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടും. എന്നാൽ ഇവർക്കൊരു എക്സംഷൻ കൊടുക്കുന്നുണ്ട്. ഇവർക്കാണ് എക്സംഷൻ കൊടുക്കുന്നത്. 6 മാസത്തിനകം തുടങ്ങാത്ത സൊസൈറ്റിക്ക് ഒഴികെ ബാക്കി 2 കേസിലും എക്സംഷൻ എന്ന് പറയുന്നത് ഇവർക്ക് 1 ഇയറിനകം ഒരു റിവിറ്റലൈസേഷൻ പർപ്പസ്, പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രജിസ്ട്രാർ കണ്ടിന്യൂ ചെയ്തോ ഓർഡർ ക്യാൻസൽ ചെയ്യാം എന്ന് പറയും. ഫസ്റ്റ് സെഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, അതുപോലെ ടേക്ക് എ ടെസ്റ്റ് വഴി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അടുത്ത സെക്ഷനിൽ നമുക്ക് കാണുന്നവരെ താങ്ക് യു.